അതായത് അഡ്വർടൈസ്മെന്റിലൊക്കെ ഒരു കല്യാണ പെണ്ണായിട്ടൊക്കെ അത് ആ ചമ്മലല്ലായിരുന്നു, അത് ഫസ്റ്റ് ടൈം സ്ക്രീനിൽ വരുന്നതിന്റെ. പിന്നെ പ്ലസ് എന്റെ ക്യാരക്ടറേ അല്ല ഈ നാണിച്ചിരിക്കുന്നത് എന്റെ ടൈപ്പല്ല. പ്രോബബ്ലി ഓൺ മൈ വെഡിങ് ഡേ ഐ വിൽ ബി ഡാൻസിങ്. ഞാൻ പറഞ്ഞ ഡപ്പങ്ങത്തായിരിക്കും ചെയ്യുന്നത് ഇൻ കേസ് ഓൺ മൈ വെഡിങ് ഡേ. അതല്ലാണ്ട് അങ്ങനെ ഒരു ഷൈ ടൈപ്പ് അല്ല ഞാൻ, അല്ല. സോ അപ്പൊ അതുകൊണ്ട് അതിന്റെ ആ ഒരു ഇൻഹിബിഷനേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് കണ്ണന്റെ ഫോണിൽ വന്ന ഒരു പ്രൈവറ്റ് മെസ്സേജ് അവൻ അറിയാതെ എടുത്ത് വായിച്ചിട്ടുണ്ട്? ഇല്ല. കാരണം ഫോൺ എപ്പോഴും കയ്യിലായിരിക്കുന്നത്, നിലത്ത് വെക്കാറില്ല. അല്ല, പാസ്വേഡ് ഒക്കെ അറിയാലോ അല്ലെ ഫോണിന്റെ? കണ്ണന്റെ അതും അറിയില്ലല്ലോ അല്ലേ? അപ്പൊ പിന്നെ കാര്യമില്ല. ഓക്കെ. അമ്മയോട് നുണ പറഞ്ഞ ഡേറ്റിന് പോയിട്ടുണ്ട്? ഡേറ്റിനായിട്ട് പോയിട്ടില്ല, പക്ഷെ പോകുന്ന സ്ഥലത്തേക്ക് അല്ലാണ്ട് വേറെ സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? അത് ഈ കോളേജിലൊക്കെ ഇങ്ങനെ പോയിട്ടുള്ളത്, ഡ്രൈവിന് പോയിട്ടുണ്ട്. അമ്മയ്ക്ക് ആകെ പേടിയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ 2 വീലറിൽ കയറുന്നതാ. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ 2 വീലറിന്റെ പുറകിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയില്ല, ടെൻഷൻ ആക്കണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും കൈയോടെ വീട്ടിൽ പൊക്കിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ എവിടുന്നോ ഇങ്ങനെ വന്നപ്പോ എനിക്ക് ടാക്സി പിടിക്കണ്ടോ ഓട്ടോ പിടിക്കണ്ടോ എന്തോ മടിക്കും, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ബൈക്കിന്റെ പുറകെ കയറി ഞാൻ വീട് വരെ ഞാൻ വന്നു, നല്ല ദൂരം. അപ്പൊ അന്ന് എങ്ങനെയാ വന്നെന്ന് ചോദിച്ചു, ഞാൻ ബൈക്കിൽ വന്നതാന്ന് പറഞ്ഞു. ഓക്കെ. അച്ഛന്റെ കയ്യിൽ നിന്ന് പോക്കറ്റ് മണി അടിച്ചു മാറ്റിയിട്ടുണ്ട്? അങ്ങനൊന്നും ചെയ്യില്ല അല്ലേ? ഇല്ല. വേണമെന്ന് ചോദിച്ചാ മതി, ചോദിച്ചാ തരുമല്ലോ. ഞങ്ങൾ അങ്ങനെ പിന്നെ ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ എപ്പോഴും അത് സ്പോയിൽഡ് അല്ല, പക്ഷെ എപ്പോഴും വി വർ ഹാപ്പി ചിൽഡ്രൻ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടായിട്ടുണ്ട്? നോ. ഇല്ല. അങ്ങനെയുള്ള കഥകളൊന്നും ഇല്ല. എനിക്ക് ക്യാരക്ടറാണ്, ക്യാരക്ടർ ഇസ് വാട്ട് മാറ്റേഴ്സ് ടു മീ. മലയാള സിനിമയിലെ ഒരു നടനോട് എനിക്ക് ഭയങ്കര ക്രഷ് ഉണ്ടായിട്ടുണ്ട്? ടൊവിനോ. അത് ഐ തിങ്ക് എവറി ഗേൾ ക്രഷസ്. ആൻഡ് ചാലു ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ ഒരാൾ റിജക്ട് ചെയ്തിട്ടുണ്ട്? No, it's happened the other way around. ആണോ? ഞാൻ വേറെ ആരുടെയും റിജക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അങ്ങനെ ഇങ്ങോട്ട് ആരും റിജക്ട് ചെയ്ത് അല്ല, നമ്മള് ആരെയും റിജക്ട് ചെയ്തിട്ടില്ല. അല്ല, ഷക്കി റിജക്ട് ചെയ്തു. ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങ് പറഞ്ഞു. സ്ട്രോങ് ആയിട്ടല്ല, ഞാനത് വളരെ ഞാൻ ഒരിക്കലും ഞാൻ ബ്രൂട്ടലായിട്ട് ഞാൻ ആരുടെ ഞാൻ ഒന്നും പറയാറില്ല. ഇവൻച്വലി ഞാൻ സംസാരിക്കാണ്ടൊക്കെ ആവുമ്പോ അവർക്ക് മനസ്സിലാവും. നൈസായിട്ട് ഒഴിവാക്കൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ബ്ലോക്ക്. അതാവുമ്പോ എളുപ്പമല്ലേ, നമുക്ക് റിപ്ലൈ കൊടുക്കണ്ടല്ലോ, മുഖത്ത് നോക്കിയൊന്നും പറയണ്ടല്ലോ ഹാർഷായിട്ട്. ഓക്കെ. അമ്മയോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ട് അമ്മ കരഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്? ഇല്ല.